ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സിന് പലതും നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര ഒരു പരിഹാര മാർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അമേരിക്കയെ പോലെ രാജ്യത്തിൻ്റെ തലപ്പ് തരുന്നോ പറയേണ്ട വിഷണറിയായി പറയേണ്ട സ്വഭാവത്തിൽ പറയുന്ന ആളാണെന്ന് ചോദിച്ചാൽ അല്ല. കേവലമായ വ്യക്തിപരമായ അബദ്ധങ്ങൾ പലപ്പോഴും വിളിച്ചു പറയുകയും ഇപ്പോൾ 22 ലക്ഷം മനുഷ്യരെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ 3 രാജ്യങ്ങളിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ ആണെന്ന് ചുമ്മാ ആലോചിക്കാൻ മതി. എങ്ങനെ പോസിബിൾ, ടെക്നിക്കലി അതെങ്ങനെ പോസിബിൾ ആവും? 22 ലക്ഷം പേരെ മാറ്റണം. ആരാണ് അവരെ സ്വീകരിക്കുക? ഈ സ്വീകരിക്കുന്നത് വെച്ചാൽ വെറുതെ ഗേറ്റ് തുറന്ന ആൾക്കാരെ അകത്തേക്ക് തള്ളി കയറ്റിയാൽ പോരല്ലോ. വരുന്ന ആളുകളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യണ്ടേ? അവർക്കെല്ലാം ജീവിതം കൊടുക്കണ്ടേ? അവർക്കെല്ലാം സ്പേസ് കൊടുക്കണ്ടേ? ആരതിന് തയ്യാറാവും? ഇപ്പോൾ ജോർദാനോടും ഈജിപ്തിനോടൊക്കെ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് അവർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്താ ഫോഴ്സ് ചെയ്യാൻ പറ്റും അവർക്കിനി? ഒരിക്കലും അതില്ല. കാരണം എത്രയോ വർഷമായിട്ട് കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിലുള്ളപ്പോഴും ട്രംപിൻ്റെ പ്ലാൻ ഇതാണ്, ഇവിടെ നിന്നുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി ഇതൊരു വേറെ സമാധാന ഭൂമിയാക്കി മാറ്റുക എന്നതാണ്. അന്ന് നടന്നിട്ടില്ല, അന്ന് എല്ലാവരും നിരാകരിച്ചാണ്. ഇന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പോസിബിലിറ്റി ഒന്നാമത് അന്താരാഷ്ട്ര നിയമങ്ങൾ ഒരുപക്ഷെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വയലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ 22 ലക്ഷം മനുഷ്യരെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നത് നടക്കാത്ത കാര്യമാണ്. രണ്ടാമത്തെ എന്താണ്? വേറെ